ഉടുമ്പൻചോലയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥ് ജനം ടി വിക്കൊപ്പം ചേരുകയാണ്. ചേച്ചി, നിലവിൽ പുതിയൊരു ഉത്തരവാദിത്വം കൂടി ഏൽപ്പിച്ച് പാർട്ടി ചേച്ചി ഇടുക്കിയിലേക്ക് അയച്ചിരിക്കുകയാണ്. എത്രത്തോളമാണ് പ്രതീക്ഷ? വലിയ പ്രതീക്ഷയിലാണ് ഇന്ന് ഇവിടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ എല്ലാ പ്രവർത്തകരും ഉള്ളത്. കാരണം നല്ലൊരു അനുകൂലമായ സാഹചര്യം ഇന്ന് ഉടുമ്പൻചോലയിലുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവിടെ ഭരിച്ച LDF ഇവിടെ ഇന്നത്തെ ആ ജനങ്ങൾക്ക് വേണ്ട ആ പ്രതീക്ഷ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇവിടുത്തെ ഭൂപ്രശ്നങ്ങളിലായാലും വന്യജീവിയുടെ പ്രശ്നങ്ങളിലായാലും ഒരു ക്രിയാത്മകമായിട്ട് ഒരു ഇടപെടൽ നടത്താനായിട്ട് ഇവിടുത്തെ കഴിഞ്ഞ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് അവർക്ക് ബോധ്യമുള്ളതാണ്. പക്ഷേ മറിച്ച് ഇവിടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ്. കാരണം അവരെല്ലാം പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഭാരതത്തിനെ ലോകത്തിൻ്റെ നെറുകിൽ തന്നെ എത്തിക്കുന്ന തരത്തിലേക്ക് ശ്രീ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആ പ്രവർത്തനങ്ങൾ ഇന്ന് കേരളം മുഴുവൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഒരുപാട് കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കാൻ സാധ്യതയുള്ള മണ്ഡലം കൂടിയാണ് ഉടുമ്പൻചോല. ഈ ടൂറിസം മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ട് നൽകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏലം കർഷകരുടെ നാട് കൂടിയാണ് ഉടുമ്പൻചോല എന്ന് പറയുന്നത്. ഏലം കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ടൂറിസം പോലെയുള്ള പദ്ധതികളും ഏറ്റവും കൂടുതൽ ഇന്ന് എക്സ്പോർട്ടേഴ്സിനെ ഇന്നും യുദ്ധത്തിൻ്റെ കാലത്ത് പോലും വളരെ ഭംഗിയായിട്ട് പിടിച്ചു നിർത്താനായിട്ട് ഇന്നത്തെ നേതൃത്വത്തിന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഒരു വലിയ ആത്മവിശ്വാസം ജനങ്ങൾക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിലുണ്ട്. അപ്പോൾ ആ നേട്ടങ്ങൾ തീർച്ചയായിട്ടും ഈ ഉടുമ്പൻചോലയിലും ഇവിടെയും ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിൽ കൊണ്ടുവരാനായിട്ട്, ശരിയായ രാഷ്ട്രീയം തിരഞ്ഞെടുക്കാനായിട്ട് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മാറ്റത്തിനായിട്ട് മാറാത്തത് മാറും എന്ന് നമ്മുടെ ജനങ്ങൾ, ഇവിടുത്തെ ഉടുമ്പൻചോലയുടെ ജനങ്ങളും ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞാവുമോ ഒരു പ്രചരണ പരിപാടികളെല്ലാം അത്തരത്തിലാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്? തീർച്ചയായിട്ടും കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളും കേന്ദ്രത്തിൻ്റെ പദ്ധതികളിലും ചെറിയ ഭാഗമെങ്കിലും ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില പദ്ധതികളെല്ലാം PMC പോലെയുള്ള എഡ്യൂക്കേഷണൽ വിഭാഗത്തിൻ്റെ ആ പദ്ധതികളും അതുപോലെ തന്നെ ഇൻഷുറൻസ് പദ്ധതികളുമൊക്കെ ഇവിടെ പലപ്പോഴും പല പദ്ധതികളും പാതി വഴിയിൽ മുടങ്ങിപ്പോയത് ഇവിടെ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഇല്ലാത്തത് കൊണ്ടാണ്. ഇത് ജനങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ടെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ പദ്ധതി ഒട്ടനവധിയാണ്. സ്റ്റാർട്ടപ്പുമായാലും ഇന്നത്തെ യുവജനങ്ങൾ മുഴുവൻ ഏറെ പ്രതീക്ഷയോടെ കാണുന്നതാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം സ്പൈസസിൻ്റെ ഒരു നാട് കൂടിയാണ്. ടൂറിസത്തിലുപരിയായിട്ട് വാല്യൂ ആഡഡ് ഇന്ന് സ്പൈസസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പാരമ്പര്യത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതിൻ്റെ മെഡിസിനൽ വാല്യൂസിന് പോലും ഇന്ന് ഒരുപാട് ഡിമാൻഡുണ്ട്. ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ഇന്ന് പുറം രാജ്യങ്ങളിൽ ഇതിന് വലിയ ഡിമാൻഡുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും നല്ല ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടെങ്കിൽ ഇവിടെ അതിന് നമ്മുടെ ട്രേഡേഴ്സിനായാലും ഇവിടുത്തെ കർഷകർക്കായാലും നല്ല വില കിട്ടാനും ഏലക്കയ്ക്ക് നല്ല വില കിട്ടാനും ഒക്കെ അത് സഹായകരമാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ടാണ് മാറാത്തത് മാറുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ തുടർച്ചയായി LDFിനൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. മുൻ MLA കൂടിയായിട്ടുള്ള KK ജയേന്ദ്രനാണ് സ്ഥാനാർത്ഥിയായിട്ട് എത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു വെല്ലുവിളി ഉണ്ടാക്കുമോ ജയേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം? ഇല്ല, മണിയാശാനായിരുന്നു മുൻപ്. എങ്കിൽ മണിയാശാന് കുറച്ച് എല്ലാവരും ഒരു സ്നേഹം മണിയാശാന് കൊടുത്തിരുന്നു. പക്ഷേ ആ മണിയാശാൻ ഇന്ന് മാറി നിൽക്കുമ്പോൾ മുൻപ് ജയിച്ച് ഇവിടെ ഉണ്ടായിരുന്ന MLA ആണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. എന്തുകൊണ്ട് പിന്നെ അദ്ദേഹം ഇതിൽ നിന്ന് ഔട്ടായി? ആ ഒരു ഔട്ടായ ഒരാളാണ് വീണ്ടും കയറി വരുന്നത്. 25 വർഷവും ഇവിടെ ഭരിച്ചിട്ടും ഇന്നത്തെ ജനങ്ങൾ വീണ്ടും ആ 25 വർഷം മുമ്പ് എന്താവശ്യപ്പെട്ടോ അത് തന്നെയാണ് ഇന്നും ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ട് അതിനൊന്ന് ക്രിയാത്മകമായിട്ടൊരു ഇടപെടൽ നടത്തുകയോ പരിഹാരം ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല? ഇനിയുള്ള വിശ്വാസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ മാത്രമാണ്. ഇപ്പം നിലവിൽ LDFനായി മത്സരിക്കുന്നത് മുൻ MLA, അതോടൊപ്പം തന്നെ മണ്ഡലത്തിൽ തന്നെയുള്ള ഒരാളാവാം UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് എത്തുക. അപ്പം മണ്ഡലത്തിൽ നിന്ന് പുറത്തു നിന്നുള്ള ഒരാൾ എന്നുള്ളൊരു വേദനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇടുക്കിയിൽ തന്നെയുള്ളതാണ്. പ്രത്യേകിച്ച് സമുദായ പ്രവർത്തനം അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ പാർലമെൻറ്റിൽ മത്സരിച്ചതാണ്.
ഏകദേശം ഞാൻ ഇടുക്കിക്കാരി ആയിരുന്നില്ലാട്ട് പോലും എനിക്ക് 93,000 വോട്ട് അന്ന് ഇവിടുത്തെ ജനങ്ങൾ നൽകിയിട്ടുള്ളതാണ്. ഇന്ന് അവർക്ക് അതിൻ്റെ കഴിവിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ അറിയാനും എന്നെ അറിയാനുമുള്ള ഒരു സാഹചര്യം സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ എന്ന നിലയിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ കർഷകരിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് മുൻപത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടെ നമുക്ക് കർഷകരിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവരെന്നെ ഇപ്പോൾ കൂടുതൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു വിശ്വാസം തന്നെയാണ് എനിക്ക്. അതുപോലെ തന്നെ ഈ ഉടുമ്പൻചോലയെ സംബന്ധിച്ച് ഒത്തിരിയേറെ ഭൂപ്രശ്നങ്ങൾ നിൽക്കുന്നൊരു പ്രദേശമാണ്. അപ്പം അതിലൊക്കെ ഒരു നിർണായകമായ ഇടപെടൽ നടത്താൻ സാധിക്കുന്നൊരു സാഹചര്യമാണോ ഉള്ളത്? ഉണ്ട്. അത് കേന്ദ്രം വിചാരിച്ചാൽ പ്രത്യേകിച്ച് നമുക്ക് അത് സാധിക്കും. പ്രത്യേകിച്ച് കാർഡമം റിസർവ് ആണ് ഈ മേഖല എന്ന് പറയുന്നത്. പലപ്പോഴും പട്ടയത്തിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് ഇന്നത്തെ ജനങ്ങൾ, ഇവിടുത്തെ ഇടുക്കിയിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇലക്ഷൻ വരുന്ന സമയത്ത് കണ്ണിൽ പൊടിയിടാനായിട്ട് ചില പട്ടയങ്ങൾ കൊടുക്കുകയും അതുപോലെ തന്നെ ശരിയായ രീതിയിൽ നിയമനിർമ്മാണം അത് അറിയാം, കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ യോജിച്ച് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതിൽ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തി അതിനൊരു ശാശ്വത പരിഹാരം. അതുപോലെ തന്നെ ഇന്ന് ടെക്നോളജി ഏറെ അഡ്വാൻസ് ചെയ്തിരിക്കുന്നു. ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് AI പോലുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വന്യജീവി പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാനായിട്ട് ഒരു പരിധിവരെ നമുക്ക് സാധിക്കും. ഇവിടുത്തെ കർഷകരുടെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഈ വന്യജീവിയും അതുപോലെ തന്നെ ഈ ഭൂപ്രശ്നങ്ങൾ. അവർക്ക് വേണ്ട സബ്സിഡികൾ, അവർക്ക് വേണ്ട സ്കീമുകൾ ഒക്കെ കിട്ടാനും അതുപോലെ തന്നെ ആ പട്ടയത്തിൻ്റെ ഒരു ചെറിയൊരു രീതിയിൽ അവർക്ക് ഭംഗിയായിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഇതൊക്കെ ഭൂപ്രശ്നങ്ങൾ നേരിടുന്നത് അവർ വലിയൊരു ഭീഷണിയാണ് നേരിടുന്നത്, പ്രത്യേകിച്ച് ഭൂപ്രശ്നത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരമാണ് നമുക്ക് കാണേണ്ടത്. കുറേയേറെ വാഗ്ദാനങ്ങളും കുറേയേറെ പ്രതീക്ഷകളും മാത്രമല്ല, ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് നമുക്ക് ശ്രമിക്കാനായിട്ട് സാധിക്കും. അത് തീർച്ചയായിട്ടും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അതിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് മണ്ഡലത്തിലെ പര്യടനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയാണ്. ചെറുതായിട്ടൊന്ന് കളത്തിലിറങ്ങിയപ്പോഴേക്കും എനിക്ക് വലിയ പ്രതീക്ഷകളാണ് എൻ്റെ ചുറ്റുമുള്ളവർ, എൻ്റെ പ്രിയപ്പെട്ട കർഷകരടക്കം എനിക്ക് നൽകുന്നത്. അതുകൊണ്ട് വലിയ വിജയപ്രതീക്ഷയാണ്. അത്തരത്തിലാണ് തികഞ്ഞ വിജയപ്രതീക്ഷയിൽ വലിയ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കെല്ലാമാണ് എന്തായാലും ഇന്ത്യ ക്യാമ്പ് നേതൃത്വം നൽകുന്നത്. ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ്.